فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه ب4 شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം വായിച്ച ആയത്ത് അതായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം വായിച്ച ലാസ്റ്റ് 18 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അപ്പോൾ അഫ്വും ആഫിയത്തും നമ്മൾ വ്യത്യസ്ത കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്.
അപ്പൊ ഇതിലിപ്പോ മാലുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇത് നിർബന്ധമായും രാവിലെയും വൈകുന്നേരവും ഈ മുതലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടേണ്ട അഫുവും ആഫിയത്തും ചോദിക്കണം നമ്മൾ. കാരണം അത് നിർബന്ധമായി നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്. അഫു എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ നമുക്ക് വരുന്ന അബദ്ധങ്ങൾ, പോരായ്മകൾ, തെറ്റുകൾക്കൊക്കെ റബ്ബ് ഉപാധികളില്ലാതെ വിട്ടുവീഴ്ച നൽകണം, മാപ്പ് നൽകണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആഫിയത്താണ്. ആഫിയത്ത് പ്രധാനമായും നമുക്കറിയാം, നമ്മളെ മുതൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ശാരീരിക മാനസിക സുഖം തന്നെയാണ്. നമുക്ക് കുറേ മുതലുണ്ടായിട്ട് അതുകൊണ്ട് ഒരു സുഖമില്ലാത്തൊരു മനുഷ്യന് അയാൾക്ക് ആഫിയത്ത് ഈ മുതലിന്റെ കാര്യത്തിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. ഒരുപാട് മുതൽ അയാൾക്കുണ്ട്, പക്ഷെ അയാൾ ആ മുതൽ കൊണ്ടാണ് ഇപ്പൊ അയാളെ എല്ലാ പ്രശ്നങ്ങളും, അയാളെ ടെൻഷൻ മുഴുവനും അതാണ്. എന്നും പ്രശ്നങ്ങൾ അതിന്റെ പേരിലാണ്, മുതലിന്റെ പേരിലാണ് എന്നും വഴക്കും വക്കാണവും പ്രശ്നങ്ങളും കച്ചറയൊക്കെ കുറെ ഉണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് ആ മുതലിൽ ഒരു ആഫിയത്തും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതേ സമയത്ത് ഒന്നുമില്ല, അന്നന്ന് കഴിഞ്ഞു പോകാനുള്ള വകയുള്ളൂ, സമ്പാദ്യമായിട്ട് ഒന്നുമില്ല, അന്നന്ന് കഴിഞ്ഞു പോകാനുള്ളതുണ്ട്. എന്തെങ്കിലും പെട്ടെന്നൊരു സ്പെഷ്യൽ കേസ് വന്നാല്, ഒരു രോഗം വന്നാല്, പെട്ടെന്ന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വന്നാല് കടം വാങ്ങേണ്ടി വരും. കാരണം ഒന്നും സമ്പാദ്യമായിട്ടില്ല. എന്നാലും ഇന്നേ വരെ അങ്ങനെ ഒരു അവസ്ഥ പേടിച്ചാണ്. പക്ഷെ എന്നാലും ഇതേ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഉള്ളത് കൊണ്ട് സമാധാനം ജീവിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അന്നന്ന് കഴിഞ്ഞു പോകാനുള്ള വകുപ്പേ ഉള്ളൂ, സമ്പാദ്യമായിട്ട് ഒന്നുമില്ല. എന്നാലും അയാള് സമാധാനമായിട്ട് ജീവിക്കുന്നു എങ്കിൽ അതിൽ അയാൾക്ക്, ആ മുതലിൽ അയാൾക്ക് ആഫിയത്ത് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. പലരുടെയും ജീവിതത്തിൽ നമ്മളൊരു മഹല്ലിൽ സ്ഥിരമായിട്ട് കൊടുക്കേണ്ട ഉത്ബോധനാണ്. ഒരു ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. കാരണം എവിടെയും മനുഷ്യന് ജീവിക്കാൻ മുതൽ ആവശ്യമാണ്, മനുഷ്യന് ജീവിക്കാൻ മുതൽ ആവശ്യമാണ്. പക്ഷേ മുതലിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യന്മാരായിട്ട് നമ്മൾ മാറുകയാണ്. മുതലിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യന്മാരായിട്ട് എപ്പോഴും മനസ്സ് നിറയെ അത് മാത്രമാണ്. നമ്മൾ ആയത്തുകളാണ് പരിശോധിക്കുന്നത്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോ മാലിലെ അഫുവും ആഫിയത്തും എന്താണ് എന്ന് തിരിച്ചറിയാം. ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കാം. ഒന്ന്, മനുഷ്യന് ജീവിക്കാൻ, ഖുർആനാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണം. മനുഷ്യന് ജീവിക്കാൻ മുതൽ ആവശ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ 86 തവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. വെറുതെ അല്ല, പഠിക്കാൻ തന്നെയാണ്, നമുക്ക് പഠിക്കാൻ തന്നെയാണ്. ആ ജീവിക്കാൻ മുതൽ ആവശ്യമാണ്. പക്ഷെ മുതലിന് വേണ്ടി മാത്രം തീരുത്, ജീവിക്കരുത്. അവിടെയാണ് മനുഷ്യനെ പറ്റി, മനുഷ്യന്റെ ഒരു അവസ്ഥ പറയണം. ഇപ്പൊ നമ്മൾ എന്താ പറയാ, കുറച്ചൊക്കെ പ്രായമായ ആളുകൾ, പ്രായമാവണമെന്നില്ല, ചെറിയ പ്രായത്തിലെ സമ്പാദിച്ചു തുടങ്ങിയ ആൾക്കാർ, അവര് പറയുന്നൊരു വാക്കാണ് യഖൂലു അഹ്ലക്തു മാലൻ ലുബദ. അല്ലെ, എവിടെയാണ് ഇത് പറഞ്ഞത്? മരിക്കണ്ട കാരണതൊന്നും നിങ്ങൾക്ക് കാണാതെ അറിഞ്ഞൊന്നും മരിക്കേണ്ട കാര്യമില്ല. കാണാതെ അറിഞ്ഞത് അവിടെ ഉണ്ടല്ലോ, നമ്മളെ മനസ്സിലുണ്ടല്ലോ. അല്ലെ, എവിടെ ഇത് പറഞ്ഞത്? നമ്പർ എഴുതിക്കോളി. 90-ാമത്തെ സൂറത്തിൽ 6-ാമത്തെ ആയത്താണ്. 90-ൽ 6ആണ്. എഴുതിച്ചാ മതി, മരിക്കണ്ട. 90-ൽ 6ആണ്. എന്താ അർത്ഥം? യഖൂലു, അവൻ പറയും, അഹ്ലക്തു മാലൻ ലുബദ, ഞാന് മേൽക്കുമേൽ മുതൽ ചിലവഴിച്ചു, എന്റെ മുതൽ ഞാൻ അഹ്ലക്തു, ഞാൻ നശിപ്പിച്ചു. മേൽക്കുമേൽ എത്ര മുതലാണ് ഞാൻ ചെലവാക്കിയത്, എത്ര പൈസയാണ് ഞാൻ ചെലവാക്കിയത്. അനക്ക് വേണ്ടി ഞാൻ എത്ര ചെലവാക്കി, ഇവർക്ക് വേണ്ടി ഞാൻ എത്ര ചെലവാക്കി, അങ്ങോട്ട് എത്ര ചെലവാക്കി, ഇങ്ങോട്ട് എത്ര ചെലവാക്കി, നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ചെലവാക്കി. യഖൂലു, അവൻ പറയും, അഹ്ലക്തു മാലൻ ലുബദ. നമ്മളൊക്കെ സാധാരണ നമ്മളൊക്കെ ആളുകൾ സമൂഹത്തിനിടയിൽ സാധാരണ പ്രയോഗിച്ചു വരുന്നൊരു വാക്കല്ലേ ഒരു. എപ്പോഴാണ് ഇതൊക്കെ പറയാം?
അള്ളാഹു നമ്മളെ പടച്ച് ഈ പ്രകൃതി തന്ന് നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ മാനസികാവസ്ഥയും ഒക്കെ നന്നായിട്ട് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ആ അള്ളാഹ് പറഞ്ഞുതരാം. എപ്പോഴാണ് ഈ വാക്ക് കുടുംബത്തിലൊക്കെ സാധാരണ പറയാറുള്ളത്? നമ്മളൊന്നും പറയണില്ല, നമ്മളൊന്നും പറയാറില്ല, പറഞ്ഞിട്ടില്ല, ആയിക്കോട്ടെ. സാധാരണ ഈ വാക്കുകളൊക്കെ എപ്പോഴാ പറയല്? ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴാ പറയാം അല്ലെ? ആ പ്രശ്നമല്ലേ മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തുന്നത് അല്ലെ? ആ സ്വസ്ഥത കെടുക്കുമ്പോൾ നമ്മുടെ ആഫിയത്ത് എന്താ പറഞ്ഞത്? ആഫിയത്ത് ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല, മാനസിക ശാരീരിക സുഖമാണ്. ഓർമ്മ ഉണ്ടല്ലോ? എങ്ങനെ നന്നായിട്ട് ജീവിക്കാൻ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള മാനസിക ശാരീരിക സുഖമാണ് ആഫിയത്ത് അല്ലെ? അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ പറഞ്ഞതാ എന്താണ്? നമ്മുടെ സ്വസ്ഥത പോയി, സമാധാനം പോയി. സമാധാനം പോയി, പ്രശ്നം ഉണ്ടായി, വർത്താനം ഉണ്ടാകുമ്പോൾ ഇത് പറയാം, എത്ര മുതൽ ഞാൻ ചെലവാക്കി അല്ലെ? ഇത് ആരോടാ പറയാ? ഇത് ആരോടാ പറയാ? ഏറ്റവും അടുത്ത ആൾക്കാരോട് പറയാ അല്ലെ? മക്കളോട് പറയും, എടാ അനക്ക് വേണ്ടി ഞാൻ എത്ര മുതൽ ചെലവാക്കി, അനക്ക് ഞാൻ അവിടെ ഒരു കച്ചവടം തുടങ്ങി തന്നു, ഇവിടെ ഒരു കച്ചവടം തുടങ്ങി തന്നു, അതിൽ ശ്രദ്ധിച്ചില്ല, അത് ശ്രദ്ധിക്കാതെ പോയി, അത് കൂട്ടി, അത് അത്രയും പൈസ അവിടെ ലക്ഷക്കണക്കിന് ഉറുപ്പിക പോയി, വേറെ പുറത്ത് ഞാൻ വേറൊരു കട തുറന്നെ, അത് ശ്രദ്ധിച്ചില്ല, അവിടെ കുറെ പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഈ വാപ്പയും മക്കളും തമ്മിലാണ് ഈ സംസാരം നടക്കുക. അവിടെ ഈ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചു, ആ ബന്ധത്തിന് കോട്ടം സംഭവിച്ചു. ചിലപ്പോ മക്കളെ വാപ്പ ഇറക്കി വിടും വീട്ടിന്ന്, അല്ലെങ്കിൽ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇതോടുകൂടി എന്തായി? എല്ലാ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെയായി. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ച്, ഖുർആനിന്റെ മുന്നിൽ നമ്മൾ മനസ്സ് തുറന്നിരിക്കണം. ഓരോ ആയത്തുകളും നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ നാടുകളിലൊക്കെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുമോ? നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടുംബജീവിതത്തിന്റെ ഭദ്രത തകരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് മുതലുണ്ടോ എന്ന് നോക്കി നിങ്ങൾ പിന്നെ വലിയ വലിയ ഒന്നാം കിട രാജ്യങ്ങളിൽ വരെ ആ രാജ്യങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? അവർക്ക് ടെക്നോളജി ഉണ്ട്, സയൻസ് ഉണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യ മുഴുവനുണ്ട്, അവർക്ക് പുരോഗതി, വിദ്യാഭ്യാസ രംഗത്ത് അങ്ങേറ്റത്തെ പുരോഗതി ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ജീവിത നിലവാരം എത്രയോ ഉയർന്നതാണ്. എന്നിട്ടും ആ നാടുകളിൽ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? അവിടെയുള്ള ഭരണകൂടങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? കുടുംബത്തിന്റെ ശിഥിലീകരണമാണ്. അമേരിക്കന്റെ പ്രസിഡന്റുമാരൊക്കെ അധികാരം വലിക്കുന്ന സമയത്ത് അവരൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ സാധാരണ വൈറലാവല്ല. എന്താണ് അവർ പ്രസംഗിക്കുന്ന പ്രസംഗം? അവർ പറയുന്നത്, നിങ്ങൾ ഈ രാജ്യത്തെ സഹായിക്കേണ്ടത്, നിങ്ങൾ ഈ നാടിനെ സഹായിക്കേണ്ടത് നിങ്ങളുടെ കുടുംബം ഭദ്രമാക്കിക്കൊണ്ടാണെന്നാണ് അവർ പറഞ്ഞത്. കാരണം കുടുംബം ചിന്ന ഭിന്നമാണ്. 13, 14, 15 വയസ്സുള്ള കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഗർഭനിരോധന ഉറകളുമായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ, കലാലയങ്ങൾക്ക് പരിസരങ്ങളിൽ ഇതിനൊന്നും ഒരു പരിധിയും ഇതിനൊന്നും ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിധം കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു, കുടുംബജീവിതത്തിന് ഭദ്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതന്നെയാണ് ഇത് ഏത് രാജ്യവും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടില് പറഞ്ഞു. ഈ ചെറിയ ചെറിയ സൂറത്ത്, ഞാൻ എപ്പോഴും പറഞ്ഞ സംഗതിയാണ്, ഈ ചെറിയ മുഫസ്സലായ സൂറത്തുള്ള ഇമാമുമാര് ഈ ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോ ഇമാമുമാര് ഓതേണ്ടത് മുഫസ്സലായ സൂറത്താണ്. കാരണം മുഫസ്സലായ സൂറത്തുകളിൽ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മളെ തലയിലേക്ക് ഇട്ട് തരികയാണ്. ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായി, വർത്താനം ഉണ്ടായി, പിന്നെ അങ്ങോട്ട് വാപ്പണ്ട് ഇറങ്ങി പള്ളിക്കൊക്കെ നമസ്കരിക്കാൻ പള്ളിക്കൊക്കെ പോകുന്നു, മോൻ അപ്പുറത്ത് പള്ളിക്കൊക്കെ പോയി. ആ സമയത്ത് ഇമാമ് ഓതിയിട്ട് അവർ കേൾക്കാണ്. അതിന് എത്ര ആൾക്കാർക്ക് ഇത് അറിയും? എത്ര ആൾക്കാർ ഈ ബാങ്കിലൊക്കെ മൗമികൾക്ക് ഇതിന്റെ അർത്ഥം അറിയും, ഇതിന്റെ ആശയം അറിയും? ഇവനെ പെരയിലെ കച്ചറുണ്ടാക്കി വന്ന ആ വാക്കാണ് ഇവിടെ അവനെ ഓർമ്മപ്പെടുത്തുന്നത്. വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ മനുഷ്യൻ, ഞാൻ പറഞ്ഞു വന്നത്, അതിന്റെ അഫുവും ആഫിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറണം. അതായത് ജീവിക്കാൻ ശ്രദ്ധിക്കണം, ജീവിക്കാൻ മുതൽ ആവശ്യമാണ്, പക്ഷെ മുതലിന് വേണ്ടി മാത്രമാവരുത് ജീവിതം. അതാണ് ഇതിന്റെ നമ്മൾ ആകെ ആറ്റി കുറിക്കാൻ നമുക്ക് കിട്ടുന്ന കാര്യം.
ഇവിടെയാണ് മനുഷ്യൻ വീഴ്ച പറ്റുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ച് മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നത്. ഇനി നിങ്ങൾ നോക്കി അടുത്ത വിഷയം. അല്ലാഹ് ഈ പറയുന്നൊക്കെ മുഫസ്സലാണ്. 104-ൽ 2-ാമത്തെ ആയത്ത്. മരിക്കണ്ട നിങ്ങൾ എഴുതിയാൽ മതി. ഖുർആൻ മരിക്കരുത്. മരിക്കാൻ ഞാൻ പറയും, ഇപ്പൊ മരിക്കണ്ട, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. 104-ാമത്തെ സൂറത്ത് ഓതിക്കൊളി. 104-ാമത്തെ സൂറത്ത് ഏതാണ്? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. സുബ്ഹാനല്ലാഹ്. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? വൈലുൻ, ശ്രദ്ധിക്കണം, വൈലുൻ നാശം. ആർക്ക്? ലികുല്ലി, എല്ലാവർക്കും നാശം. ഏതെല്ലാവർക്കും? ഹുമസ ലുമസ, കുത്തിപ്പറയാ, ആക്ഷേപിച്ച് പറയാ. സുബ്ഹാനല്ലാഹ്. കുത്തിപ്പറയുകയും ആക്ഷേപിച്ച് പറയുകയും ചെയ്യുന്ന എല്ലാവർക്കും നാശം. എന്താണ്? കുത്തിപ്പറയ, ആക്ഷേപിച്ച് പറയാം. അതെപ്പോഴാ പറയാ നമുക്കറിയില്ല. എന്നിട്ട് ഏതാ വിഷയം എന്നറിയാം. എന്റെ ബാക്കി എന്താ? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ, മുതലിങ്ങനെ ഉണ്ടാക്കാൻ, ഒരുമിച്ച് കൂട്ടുക, വഅദ്ദദ, എന്നിട്ട് അതിങ്ങനെ എണ്ണി കണക്കാക്കുക. സുബ്ഹാനല്ലാഹ്. മുതലിങ്ങനെ ഉണ്ടാക്കുക, മുതലിങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിങ്ങനെ എണ്ണി കണക്കാക്കുന്ന എല്ലാവർക്കും നാശം. സംഗതി ക്ലിയർ ആയി? എന്താ ഈ പറഞ്ഞത്? മുതല് ജീവിക്കാനാണ് ആവശ്യമുള്ളത്. മുതലിനായിട്ട് എന്താവരുത്, ജീവിക്കരുത്. അങ്ങനെ ജീവിക്കണോൽക്കാണ് എന്തുണ്ടാകുക? ആക്ഷേപവും കുറ്റപ്പെടുത്തലും ചെലവാക്കിയത് എടുത്തു പറയുകയൊക്കെ ചെയ്യാം. പിന്നെ പറയുന്നത് അള്ളന്നെ നമുക്ക് പറയേണ്ടി വരുന്ന വിഷയത്തിൽ വലാ തുഅ്തു സുഫഹാ അംവാലുക്കും, ശ്രദ്ധിക്കണം, വലാ തുഅ്തു സുഫഹാ അംവാലുക്കും, നിങ്ങളെ മുതല് സുഫഹായികൾക്ക് വിട്ടുകൊടുക്കരുത്. അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ വർസുഖുഹു വക്സു, നിങ്ങൾ ഭക്ഷണം കൊടുക്കി, വസ്ത്രം കൊടുക്കി. മുതല് മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമാണ്. ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഉണ്ടാക്കുന്നവന് അവന്റെ കഷ്ടപ്പാട് അറിയുള്ളൂ. ഉണ്ടാക്കണവന് ഒരുത്തരും, ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ കാര്യം ശരിക്കും ഖുർആൻ അല്ലാഹ് പറഞ്ഞില്ല. ഉണ്ടാക്കണവന് ഒരുത്തനും ചെലവാക്കണം വേറെ ഒരുത്തനും ആവുമ്പോ പ്രശ്നമാണ്. ചെറിയ ചെറിയ പോയിന്റുകളാണ്, അവിടെയാണ് നമുക്ക് വീഴ്ച വരുന്നത്. ഉണ്ടാക്കുന്നത് ഒരാള്, ചെലവാക്കുന്നത് വേറൊരാളും ആവുമ്പോൾ പ്രശ്നമാണ്. ഉണ്ടാക്കുന്നവൻ ചെലവാക്കുമ്പോ സൂക്ഷിച്ച് ചെലവാക്കുള്ളൂ. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രാവും പകലില്ലാതെ ഉറക്കം ഊണ് കഴിച്ച് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രവാസി ചെലവാക്കുന്നത് ആരാണ്? നാട്ടില് ഭാര്യ മക്കളോ? മനസ്സിലാവണ്ട. അപ്പൊ എന്താ വേണ്ടത്? അല്ലാഹ് പറഞ്ഞത് നിങ്ങള് ചിലവഴിക്കാൻ ഈ സുഫഹായികൾക്ക് നിങ്ങൾ മുതല് വിട്ടുകൊടുക്കരുത്. സുഫഹാ എന്ന് പറഞ്ഞാല് കുട്ടികളും സ്ത്രീകളും. ആരാണ്? കുട്ടികളും സ്ത്രീകളും. കാരണം ഇത് ജഅലല്ലാഹു ലക്കും ഖിയാമ, എന്നാലും മനുഷ്യനെ നിലനിൽപ്പാൻ മുതലാണ്. ഇതില്ലെങ്കിൽ നടക്കൂല, കാര്യങ്ങളൊന്നും നടക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കി, വസ്ത്രങ്ങൾ വാങ്ങി കൊടുക്കി, ഭക്ഷണങ്ങൾ കൊടുക്കി. കൺട്രോൾ ആരെ കയ്യിലാവണം? ആരാണോ അധ്വാനിക്കുന്നത് അവന്റെ കയ്യിലാകണം എന്ത്? കൺട്രോൾ. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അവിടെയാണ് പിന്നെ നമുക്ക് വർത്താനം പറയേണ്ടി വരിക. 40 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പ്രവാസി 40 കൊല്ലത്തോളം പ്രവാസിയായി ജീവിച്ച് പലതവണ നാട്ടിൽ വന്നുപോയി, അവസാനം അവിടെ നിർത്തിയിട്ട് വരികയാണ്. വരവില് പെരിലൊന്നോ മക്കള് പറഞ്ഞത്, നിങ്ങൾക്ക് ഇവിടെ മുതലും ഞങ്ങളുടെ പേരിൽ സ്ഥലവും ഇല്ല, ഒന്നുമില്ല. വായിച്ചത് ഓർമ്മല്ലേ നിങ്ങൾക്ക്? മറക്കാനായിട്ടില്ല, ഒന്നുമില്ല. ആഫിയത്ത് അല്ലാഹ് എന്നും രാവിലെ വൈകുന്നേരം പറഞ്ഞ ഈ വാക്കിന്റെ വലുപ്പം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ടത് പറഞ്ഞത്.
കൊടുക്കരുത്. അപ്പൊ ചിലവഴി അത് ആരാണോ സമ്പാദിക്കുന്നത് ആ സമ്പാദിക്കുന്നവര് മാത്രമേ അതിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ, ആ സമ്പാദിക്കാനുള്ള കഷ്ടപ്പാടും പ്രയാസം മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള ഒരാള് അത് ചിലവഴിക്കുമ്പോൾ നന്നായിട്ട് ചിലവഴിക്കും. അപ്പം അത് നടക്കുകയാണെങ്കിൽ എന്ത് വേണം? അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സാധാരണ ഇപ്പൊ വരുന്ന സംസ്കാരം എന്താ പറയുക? പണ്ട് ഈ സബഅ് ഗോത്രം, ശ്രദ്ധിക്കാം, ഈ സബഅ് ഗോത്രം നശിപ്പിക്കപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഖുർആനിൽ വായിച്ച അല്ല, അതൊരു കാരണമാണ്. അതിന്റെ ബേസിക് വിഷയം എന്തായിരുന്നു? അവർക്ക് ശ്രദ്ധിക്കുക, അവരുടെ പിന്നെ ഹൈവേ, നാഷണൽ ഹൈവേ, കാരവൻ റൂട്ട്, ഒരു വലിയ പിന്നെ ഒരു കച്ചവട കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു കച്ചവട കേന്ദ്രത്തിലേക്കും രണ്ട് നാടുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതുമായ വലിയ ഹൈവേകളിൽ ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്നത്തെ നാഷണൽ ഹൈവേ അങ്ങനെ കണക്കാക്കണ്ട, ടാർ റോഡ് നാക്കണ്ട, ആൾക്കാർ പോണ ഒട്ടകവും മറ്റ് പിന്നെ വാഹനങ്ങളും ഒക്കെ ആയിട്ട് അന്ന് ലഭ്യമായ വാഹനങ്ങളുമായി ആളുകൾ യാത്ര ചെയ്യുന്ന വഴി, യാത്രാ മാർഗം. ആ മാർഗത്തിൽ ചെറിയ കച്ചവടക്കാരുണ്ട്, ചെറിയ കച്ചവടക്കാരുണ്ട്. അപ്പൊ ഈ ചെറിയ കച്ചവടക്കാരിൽ ഈ കച്ചവടക്കാരുടെ കച്ചവട സ്ഥാപനത്തിന്റെ അടുക്കൽ തന്നെ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. കാരണം ഇന്നത്തെ ഹോട്ടലും ലോഡ്ജും അന്ന് സൗകര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കരമായ ഒരു സന്തോഷം, സമാധാനം. കാരണം എല്ലാവർക്കും എന്ത് ചെയ്യും? അത്യാവശ്യത്തിന് പൈസ എല്ലാവർക്കും കിട്ടും, എല്ലാവരുടെ വീടും ഇതായി ഒക്കെ. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാർക്ക് നേരത്തെ ഉപരി പറഞ്ഞ ആർത്തി മൂത്തു. ആർത്തിനാണ് പ്രശ്നം, ആർത്തി മൂക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് എന്ത് ചെയ്യണം, അവർക്ക് തോന്നക്കണം. അപ്പൊ അവര് ഇവരുടെ മാർഗം സ്വീകരിച്ചെന്ന് വെച്ചാൽ ഈ ചെറുകിട കച്ചവടക്കാരെ മുഴുവൻ എന്താക്കി ഒഴിപ്പിച്ചു. എന്നിട്ട് ഇവര് പറഞ്ഞു ഈ ചെറിയ ഇതിനിടയിൽ കുറച്ച് ദൂരം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. എങ്ങനെ കുറച്ച് ദൂരം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ കുറെ ദൂരം കഴിഞ്ഞിട്ട് ഒന്ന് മതി. അപ്പൊ അതിന്റെ അടിയിലുള്ളവരൊക്കെ അടുപ്പ്. അപ്പം 1-2 ഈ കോർപ്പറേറ്റുകൾ ഉണ്ടല്ലോ, അവർക്ക് കിട്ടും ഈ പരിപാടി. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംവിധാനത്തിന്റെ അവസാനം എന്തായെന്ന് വെച്ചാൽ അല്ലാഹു തആല സമൂഹത്തെ നശിപ്പിച്ചു. അവര് ചെയ്ത ചില നടപടിക്രമങ്ങളായിരുന്നു. ഇന്ന് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ഉള്ള അവസ്ഥ എന്താണ്? ഇതേപോലെ ഒരു സൂപ്പർ മാർക്കറ്റ് എവിടെയെങ്കിലും നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു വരികയാണ്. എവിടെയെങ്കിലും ഇവിടുന്ന് തിരൂര്, അപ്പം എന്ത് ചെയ്യും? സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് പിന്നെ ഭാര്യമാര് സൂപ്പർ മാർക്കറ്റ് കണ്ടുപിടിയാണ്, ഭർത്താക്കന്മാര്. ഭാര്യമാര് പോവാണ്. ഭാര്യമാര് എന്താ ചെറിയ മക്കളെ വിളിച്ചിട്ട് പോയിട്ട് മാപ്പിളാരിങ്ങനെ പൈസ അയച്ചു കൊടുക്കുക. ഇത് കൈകാര്യം ചെയ്യുന്നത് ആരാ? ഭാര്യമാരുടെ. ഒരു നാട്ടിലുള്ളവരെ ഗതി അങ്ങനെ തന്നെ. പ്രവാസികളെ നാട്ടിലില്ലാന്ന് വിചാരിക്കും, ഇവിടെ ഉള്ളവരെ ഗതി അങ്ങനെ തന്നെ. അവര് പോവുക, അവര് സാധനം വാങ്ങി വരിക, അവര് ആശുപത്രിക്ക് പോവുക, അവരെ പറഞ്ഞയക്കുക, PTA മീറ്റിങ്ങിന് അവരെ പറഞ്ഞയക്കുക. എല്ലാ സംഗതിക്കും പെണ്ണുങ്ങൾ ഇങ്ങനെ നാട് നിറങ്ങി നടക്കുന്ന അവസ്ഥ എപ്പോഴുള്ളത് കൊണ്ട് എല്ലാം ഇവരാ ചെലവാക്കുക. അല്ലെ, ഒരു പെണ്ണിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഒരു പെണ്ണിന് 10 സാധനം വെച്ചിട്ട് ഓളോട് അവൾക്ക് വേണ്ടത് എന്താ ഒന്ന് എടുത്തോന്ന് പറഞ്ഞാല് ഓളിങ്ങനെ നോക്കും. അല്ലെ, ഓക്ക് എല്ലാം വേണ്ടി വരും. എല്ലാം വാങ്ങിയാലും എന്താവൂല. ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ചെന്നാല് അല്ലാ ഇതെനിക്ക് ആവശ്യമുള്ളതാട്ടാ, അപ്പൊ ഇതെനിക്ക് ആവശ്യമുള്ളതാട്ടാ. ഒരു പെരയ്ക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും അവിടെ ഉണ്ടാവും. ഒരു വീട്ടിലേക്ക് ആവശ്യമില്ലാത്ത എല്ലാം അവിടെ ഉണ്ടാവും. ഈ സാധനങ്ങളൊക്കെ അവിടെ പെരയുള്ള സാധനം തന്നെയാവും. എന്നാലും അതെന്ത് ചെയ്യും? അത് ആവശ്യം ഉണ്ടാവില്ല, എന്നാലും അതൊന്ന് വാങ്ങും. ഇത് കുറച്ചവിടെ ചിലപ്പോൾ ഇനിയിപ്പം കുറച്ചുകൂടി വാങ്ങുക, വെറുതെ അത് ബാക്കിയാവും, കേടുന്നു നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ എത്ര മുതലാണ്, എത്ര വീടുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതിന്റെ പേരിലാണ് പേരില് കച്ചറ ഉണ്ടാകുക, വർത്താനം ഉണ്ടാകുക. ഇതൊക്കെ ഒരു പേരിൽ കുത്തി പറയാ, ആക്ഷേപിച്ച് പറയാ, പിന്നെ കളിയാക്കി പറയാ, പരിഹസിച്ച് പറയാ, ദ്വയാർത്ഥങ്ങളുടെ വാക്കുകൾ പറയാ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. എന്നുള്ള പറയാ അല്ലദീ ജമഅ മാലൻ വഅദ്ദദാ. അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഈ പിന്നെ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു അല്ലെ. പല സ്ഥലങ്ങളിലും ഉണ്ടായ പ്രശ്നം എന്താ? കുടുംബങ്ങള് മോനെ വാടക പോയി താമസിക്കാണ്,
ആ വലിയ പേരൊക്കെ ഉണ്ട്, തറവാടുണ്ട്, വലിയ തറവാടുണ്ട്. അപ്പൊക്ക് കുറെ സ്വത്ത് മുതലൊക്കെ ഉണ്ട്, വീടൊക്കെ വലിയ വീടാണ്. അവിടെ റൂം 4-5 റൂം കാലിയാണ്. എന്നിട്ടും ഒരു മോനെന്താണ് വാടക പോയിട്ട് ഓരോ പെണ്ണുകൾ താമസിക്കുകയാണ്. അതെന്താ? പാപ്പാനിമാനും പറ്റൂല, ഒരു പറഞ്ഞത് പറ്റൂല, ഉമ്മാന്റെ സംസാരം പറ്റില്ല. അമ്മ എന്തിനാ പറയാ? അമ്മ പറയും, മോളെ ഇതെല്ലാം കൂടി നഷ്ടപ്പെടുത്തണ്ട, ഇത് വസ്തുക്കൾ കേടുവരുത്തരുത്, ഇത് ഭക്ഷണം വേസ്റ്റ് ആവരുത്, സാധനങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഉമ്മ അടുക്കളയിൽ പറയും, വാപ്പ മരത്തിരുന്നിട്ട് പറയും, മക്കളെ ഇത്രയും മുതലാണ് പൈസ കേടുന്ന് പോണത്, ഇത് ഇങ്ങനെ ഇട്ടാലും സംഗതി ശരിയാവൂല, ഈ വാഹനം ശ്രദ്ധിക്കണം, ഈ വസ്തു ശ്രദ്ധിക്കണം, ആ പറമ്പൊക്കെ ഒന്ന് പോയി നോക്കി, വാപ്പാക്കോട് നീച്ചു പോകാൻ വയ്യ, കഷ്ടപ്പെട്ട് വാങ്ങിയ പറമ്പാണ്, തിരിഞ്ഞു നോക്കാൻ ആളില്ല, നഷ്ടപ്പെടാണ്. വാപ്പ മരുന്നും പറയും, അടുക്കളയിലും പറയും. രണ്ടാൾക്കും മുതലിനോടുള്ള ആ മുതലിന്റെ കാര്യത്തിലുള്ള ബേജാറ്, കാരണം അവരെ അധ്വാനാണ്, പരിശ്രമമാണ്. ഇത് ഇന്നത്തെ തലമുറക്ക് പറ്റൂല. ഇന്നത്തെ തലമുറ എന്താ പറയും? അമ്മായിമാരെ കൊണ്ടും ഒരു സ്വൈര്യമില്ല, അമ്മ സംഘങ്ങനെ കൊണ്ടും ഒരു സ്വൈര്യമില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാ? സ്വൈര്യത്തിനൊരു വാടക വീട്ടിക്ക് പോവുക. അങ്ങനെ എത്ര പെരക്കാരുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്. നമ്മക്കിതൊന്നും മനസ്സിലാക്കുന്നതുകൊണ്ട് അറിയോ, നമുക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്നും കുടുംബത്തിലും വീട്ടിലും പരിചയമില്ലാത്തതുകൊണ്ടും അറിയാത്തത് കൊണ്ടുമാണ് നമുക്കിത് ഒരു അത്ഭുതമല്ലാത്തത്. കാരണം പല സ്ഥലങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുണ്ട്. അനാവശ്യമായിട്ട് വെറുതെ ഇട്ടിട്ട് ഇങ്ങനെ ഈ മക്കളെ ശല്യപ്പെടുത്തുന്ന മാപ്പാർ അതുണ്ട്. ഇങ്ങനെ ചെലവാക്കിയതൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഭക്ഷണം വിളമ്പി വെച്ചു കൊടുത്താല് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ചിലപ്പോ ആ സാധു ഇങ്ങനെ പഠിച്ചു കുറെ പഠിച്ചു 22 വയസ്സായി, 24 വയസ്സ്, 25 വയസ്സായി, ഓന് ജോലി കിട്ടിയിട്ടില്ല. ജോലിയൊക്കെ കിട്ടണൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഇപ്പൊ ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ കിട്ടണം വലിയ പ്രയാസ. അപ്പൊ ഈ സാധു പഠിക്കണമെന്ന് അവന് അപ്പം പിന്നെ വാപ്പയും ഉമ്മയും അവന് സപ്പോർട്ട് ചെയ്യണം, മനസ്സിലാക്കണം. ഇത് എന്നും ഇവനിപ്പോ 24-25 വയസ്സായി വെച്ചിട്ട് ഇവ പഠിക്കുകയാണ്, ഇവ ജോലിക്ക് അപേക്ഷിക്കുന്നുണ്ട്, PSC ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, കിട്ടണില്ല. അതിന് ഇടയിലുള്ള 2-3 കൊല്ലാണ്. ഈ കൊല്ലം വാപ്പാരന്മാർ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അവിടെ എന്ത് ചെയ്യും? തിന്നാനോട് വർദ്ധിച്ചു കൊടുത്താൽ പരലോടങ്ങും. ഞങ്ങൾക്ക് എത്ര വലിപ്പായില്ല, എന്റെ അപ്പൊള്ളനെ മറ്റോനെ, എന്റെ അപ്പൊള്ള മറ്റോനെ, ഇവനെ കിട്ടിയില്ല, ഓനെ കിട്ടിയില്ല. ഈ സാധു നോക്കുന്നുണ്ട്, പക്ഷെ അവനെ കിട്ടാഞ്ഞിട്ടാണ്. എന്നിട്ട് തിന്നാൻ വേണ്ടി വർദ്ധിച്ച പരലോടങ്ങും. അപ്പൊ ഇവനെന്ത് ചെയ്യും? ഇവ അടുത്തിട്ട് ഓനിഞ്ഞത് വേണ്ട തീരുമാനിക്കും, അവിടെ പോകും. അവിടെയും പ്രശ്നമായി. ഇവിടെയൊക്കെ നമ്മൾ സാഹചര്യങ്ങൾ, അവസരങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ പെരുമാറണം. എന്തിനാണ് ഇങ്ങനെ ചില ആൾക്കാർ ചെറിയ 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 കണക്കുകളൊക്കെ പറയും? ഭയങ്കര സാമ്പത്തിക രംഗത്ത് ഭയങ്കര പിശുക്കാണ്, കൊടുക്കേണ്ടടുത്ത് കൊടുക്കൂല. ചില ആൾക്കാർ അങ്ങനെ പിടിച്ചു വെക്കും. ഇപ്പൊ ഒരു പിന്നെ മോൻ പറയാം, വാപ്പ നമുക്ക് ചിലപ്പോ ഓനെ കച്ചവടത്തിന് നല്ല പിന്നെ മെയിൻ്റ് ഉള്ളവനാവും, കച്ചവടത്തിന് നല്ല തന്ത്രമുള്ളവനാവും. ഓൻ പറയും, വാപ്പ കുറച്ച് പൈസ നിങ്ങൾ തരികയാണെങ്കിൽ ഞാനൊരു കച്ചവടം തുടങ്ങാം, ഒരു ഏർപ്പാട് തുടങ്ങാം, അതിന് എനിക്ക് നല്ല ഐഡിയ ഉണ്ട് ആ സംഭവം ചെയ്യാന്ന് പറയും. കൊടുക്കൂല. അവസാനം അവനത് കിട്ടാത്ത ഉടനെ വേറെ ഉടനെ കടം വാങ്ങാൻ അതും കിട്ടൂല. എന്നാ പിന്നെ ഈ വേറെ അവസാനം പല ആൾക്കാരും ബാങ്കിലേക്ക് പോകും, പലിശക്ക് കടം വാങ്ങേണ്ടി വരും, ലോൺ എടുക്കേണ്ടി വരും. ഈ അവസ്ഥയിലേക്ക് എത്തും. എന്തിനാ ആവശ്യം? ഈ സൂറത്തിൽ തന്നെ അല്ലാഹ് പറഞ്ഞ ബാക്കി എന്താ? അല്ലദീ ജമഅ മാലഹു വഅദ്ദദാ. ബാക്കി യഹ്സബു അന്ന മാലഹു അഖ്ലദാ. വിചാരിക്കുക അന്ന മാലഹു അഖ്ലദ, അവന്റെ മുതൽ ഇവിടെ ശാശ്വതനാക്കുമെന്നാണ് അവൻ വിചാരിക്കുന്നത്. അവന് വിചാരം എന്താണ്? ഈ മുതലിങ്ങനെ കെട്ടിപ്പിടിച്ച് ഈ മുതലിന്റെ കണക്ക് പറഞ്ഞ് അതിന് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കി ഒക്കെ അതിന്റെ മട്ടത്തിന് കൈകാര്യം ചെയ്യാതെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവന്റെ വിചാരം എന്താ? യഹ്സബു വിചാരിക്കുന്നത് അന്ന മാലഹു, അവന്റെ ആ മുതൽ അഖ്ലദ, അവനെ ഇവിടെ ശാശ്വതനാക്കുമെന്നാണ് അവൻ വിചാരിക്കുന്നത്. ഉണ്ടാവോ? മുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും മരിക്കാക്കോ? മുതലുണ്ടെന്ന് കരുതിട്ട് ആർക്കെങ്കിലും അപകടം പറ്റാതിരിക്കോ? മുതലുണ്ടെന്ന് കരുതിട്ട് ആർക്കെങ്കിലും വയസ്സാകാതിരിക്കോ? മുതലുണ്ട് എന്ന് കരുതിട്ട് ആർക്കെങ്കിലും രോഗം വരാതിരിക്കോ? എന്താ അവസ്ഥ? അപ്പൊ ഇനി പറയാൻ പോണ എന്താ പറയുന്നത്? ഈ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ എന്താ ഉണ്ടാകുന്നറിയാം? ഇവനെ ചേർത്ത് പിടിക്കേണ്ടവരെ, മാറോടി ചേർക്കേണ്ടവരെ, നന്നായി സ്നേഹിക്കേണ്ടവരെ അവൻ വിട്ടു. എന്നിട്ട് അവൻ മാറോട് ചേർത്ത് പിടിച്ചതും അവൻ നന്നായി സ്നേഹിച്ചതും മുതലിനെ. അവൻ കെട്ടിപ്പിടിച്ചത് എന്തിനാ?
ഓൻ ചേർത്ത് പിടിക്കേണ്ടത് മക്കളായിരുന്നു, ചേർത്ത് പിടിക്കേണ്ടത് ഭാര്യനായിരുന്നു, ചേർത്ത് പിടിക്കേണ്ടത് കുടുംബത്തെയായിരുന്നു, നന്നായി സ്നേഹിക്കേണ്ടത്, അങ്ങേയറ്റം സ്നേഹിക്കേണ്ടത് കുടുംബത്തെയായിരുന്നു. പക്ഷെ ഇവൻ സ്നേഹിച്ചത് എന്തിനാ അറിയാം? ഖുർആനിലെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ പറയും, ആൾക്കാർ പറയും, ഖുർആനിലെ അല്ലാഹു തആല മുതലിന് മാല് എന്നല്ലാതെ വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. മുതലിന് മാല് എന്നല്ലാതെ വേറൊരു വാക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? മുതലിന് മാല് എന്നല്ലാതെ വേറൊരു വാക്ക്. ശരിക്കും ആ വാക്കിന്റെ അർത്ഥം മാല് മുതല് എന്നല്ല. ആ വാക്കിന് വേറെ അർത്ഥം നമുക്ക് എല്ലാവർക്കും, ഈ ഇരിക്കണ എല്ലാവർക്കും അറിയണ വാക്കാണ്, എല്ലാവർക്കും അറിയും, എല്ലാവർക്കും അറിയണൊരു വാക്കാണ്. ആ വാക്കിന് ശരിക്കും എന്ത് അർത്ഥമില്ല? മുതലിന്ന് അർത്ഥമില്ല, വേറൊരു അർത്ഥമാണ്. ആ അർത്ഥം നമുക്കറിയാം. പക്ഷെ ഖുർആനിൽ ആ സ്ഥലത്ത് ആ വാക്കിന് ആ അർത്ഥമല്ലുള്ളത് മുതല് എന്നാണ് അർത്ഥം. ഏതാണ് ആ വാക്ക് എന്നറിയാം? ഖൈർ. എന്താണ് ഖൈർ? ഏതാ വാക്ക്? എന്താ ഖൈർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? സാധാരണ ഖൈർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഖൈർ എന്ന് പറഞ്ഞ വാക്കിന്റെ മലയാളം അർത്ഥം എന്താ? നല്ലത്, നന്മ അല്ല. ഖൈറു ഷർറു എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും ഖൈറു ഷർറാണ് അല്ലെ. ഖൈർ എന്ന് പറഞ്ഞാൽ നന്മ എന്ന് നമ്മൾ പറയും. ആ ഖൈർ എന്ന വാക്ക് ഖുർആനിൽ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് ഖൈർ എന്നുള്ള വാക്ക് നന്മ നല്ല അർത്ഥം, പിന്നെ എന്താ മുതലിനാണ്. അതെങ്ങനെ ഡയറക്റ്റ് അർത്ഥം മുതലിനാണ്? ഖുർആനിൽ എവിടെ ഉള്ളതെന്ന് ഓർമ്മ ഉണ്ടോ? എവിടെയാണ്? അതും മുഫസ്സലാണ്. ഈ വിഷയമൊക്കെ കിടക്കുന്നത് മുഫസ്സലായ സൂറത്തിലാണ്, ചെറിയ സൂറത്ത്. ഖുർആനിലെ 100-ാം അധ്യായം ഏതാ? ഖുർആനിലെ 100-ാമത്തെ എത്ര സൂറത്ത് ഖുർആനിലെ? അതിൽ 100-ാമത്തെ സൂറത്ത് ഏതാ? പെട്ടെന്ന് പറയാൻ കഴിയും. ആദിയാത്ത്. ഏതാണ്? സൂറത്തുൽ ആദിയാത്ത്. നോദിക്കാണ്. മരിക്കണ്ട, കാണാതെ ഓതിക്കോളി, കാണാതെ സൂറത്താണ്. വൽ ആദിയാത്തി ളബ്ഹാ. പിന്നെ ഫൽമുഗീറാത്തി സുബ്ഹാ. പിന്നെ ഫവസത്ന ബിഹി ജംആ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. പിന്നെ വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. എന്താ സൂറത്തിന്റെ അർത്ഥം? ഈ സൂറത്ത് എന്താ? യുദ്ധക്കളത്തിലേക്ക് ഓടിപ്പോകുന്ന കുതിരകളാണ് പറയുന്നത്. യുദ്ധക്കളത്തിലേക്ക് യജമാനന് വേണ്ടി ആ കുതിരക്ക് ഭക്ഷണം കൊടുക്കുന്ന, ആ കുതിരക്ക് വെള്ളം കൊടുക്കുന്ന യജമാനന് വേണ്ടി മരിക്കാൻ ഈ കുതിരകൾ തയ്യാറാണ്. യജമാനന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. കാരണം ആ യജമാനനാണ് ഈ കുതിരക്ക് അന്നം വെള്ളം കൊടുക്കുന്നത്. മനസ്സിലെ? എന്നിട്ട് അവ യുദ്ധക്കളത്തിലേക്ക് ഓടിപ്പോകുന്ന രംഗാണ് ഈ സൂറത്ത്. നമ്മുടെ മനസ്സിലിങ്ങനെ കാണും ആ രംഗം. ആ കുതിരകൾ ഇങ്ങനെ ഓടുകയാണ്. ഓടിയിട്ട് അതിന്റെ കുളമ്പുകൾ കല്ലിൽ തട്ടിയിട്ട് തീപ്പൊരി പാറാണ്. പ്രഭാതത്തിൽ അതിരാവിലെ ഏത് തണുപ്പും മരുഭൂമിയിലെ ഏത് മൂടൽ മഞ്ഞും ഈ കുതിരകൾക്ക് ഒരു തടസ്സമല്ല. അത് യജമാനന് വേണ്ടി ഓടുകയാണ്. യുദ്ധക്കളത്ത് യുദ്ധ സൈന്യങ്ങൾക്ക് നടുവിലേക്കാണ് പോവാണ്. പൊടി പറത്തിയിട്ടാണ് അതിന്റെ ഓട്ടം. ആ രംഗങ്ങനെ കണ്ടു വെച്ചിങ്ങനെ കുതിരകളെ ഓട്ടം. അതിങ്ങനെ ഓടിയിട്ട് അതിന്റെ കുളമ്പ് കല്ലിൽ ഒരച്ച് തീപ്പൊരി പാറുന്നു. എന്നിട്ട് അത് ആ ഓട്ടത്തിന്റെ വേഗത കൊണ്ട് പൊടിപടലങ്ങൾ വരുന്നു. എന്നിട്ട് യുദ്ധക്കളത്തിന്റെ നടുക്കണ്ട് കേറുകയാണ്. നല്ല ഉരുപിടിച്ച വാളുകളും ഇരുതല മൂർച്ചയുള്ള വാളുകളും ആയുധങ്ങളും കുന്തങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനെ നേർക്ക് അമ്പ് ചെയ്യും, കുന്തം കൊണ്ട് എറിയും, വാള് കൊണ്ട് വെട്ടും. പക്ഷെ അതിന് പേടില്ല. അമ്പും കുന്തും കണ്ട് പിന്മാറി നിൽക്കണില്ല. യജമാനെ വേണ്ടി മരിക്കാൻ വേണ്ടി ഓടുകയാണ്. ഈ രംഗണ്ടല്ലോ അള്ളാഹ് അങ്ങനെ ചിത്രീകരിക്കുക, മനോഹരമായി ചിത്രീകരിക്കുക. അള്ളാഹ് പറയാ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അവന്റെ യജമാനനോട് അങ്ങേ അറ്റം നന്ദികേട് കാണിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന് നമുക്ക് തിന്നാനും ഉടുക്കാനും
തന്ന റബ്ബിനോട് നന്ദികേട് കാണിക്കാൻ മനുഷ്യൻ. ഈ കുതിരന്റെ യജമാനന് തിന്നാനും കുടിക്കാനും കൂടി നന്ദി കാണിച്ച് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയിട്ട് ഓടുന്ന കുതിരകളുണ്ട്. ആ കുതിരന്റെ ബുദ്ധി പോലും ഈ കുതിരക്കില്ലാന്നാ ആര് പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞത്. മനസ്സിലായില്ലേ? മനുഷ്യൻ എന്ന കുതിരക്ക് റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. കുതിരേന്ന് പടച്ചോൻ ഡയറക്റ്റ് വിളിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? പടച്ചോൻ എന്ന വീട്ടിൽ ഉറങ്ങിയിട്ട്, പടച്ചോൻ എന്ന സമ്പത്ത് ഉപയോഗിച്ച് ബെഡ് വാങ്ങി കിടന്നുറങ്ങിയിട്ട് അല്ലാഹ് വിളിക്കാണ് പള്ളിക്ക്. ഹയ്യ അലസ്സലാ. വരൂല, വരൂല. ഓൻ കിടന്നുറങ്ങി തന്നെയാണ്. അല്ലാഹ് തന്ന് സൃഷ്ടിച്ച കയ്യും കാലിട്ട് ഓൻ സമ്പാദിക്കാൻ ഓടുകയാണ്. ഖുർആൻ ഓൻ ഓതൂല. ഖുർആൻ ക്ലാസ്സിലേക്ക് വിളിച്ചവൻ വരൂല. അല്ലാഹ് വിളിച്ചവർക്ക് വരൂല. അല്ലാഹ് തന്നത് ഉപയോഗിച്ചിട്ട് ജീവിക്കുകയാണ്. മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. അതിന്റെ കാരണം എന്താ? തീർച്ചയായും അവൻ മുതലിനോടുള്ള സ്നേഹം അതികഠിനമാണ്. അവിടെ ഹൈറിന്റെ അർത്ഥം എന്താ? ഹൈറിന്റെ അർത്ഥം മുതല്, നന്മ എന്നല്ല. സമ്പത്തിനോടുള്ള അവന്റെ ഇഷ്ടം, മുതലിനോടുള്ള അവന്റെ ഇഷ്ടം അതികഠിനമാകുന്നു. അവനതിന് സാക്ഷിയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ശ്രദ്ധയോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന രൂപത്തിൽ എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു ആലോചിച്ചു. ഇത് മനസ്സിലാക്കുന്ന